ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നമ്മളെ പയർ തലേന്ന് വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്തത് അതിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതിന് വേണ്ടുന്ന സാധനങ്ങൾ വറ്റലമുളക് ഇച്ചിരി തോനെ എടുത്തോളൂ, പിന്നെ ശകലം തേങ്ങ, എണ്ണ, കറിവേപ്പില, ഇച്ചിരി കടുക്, ഇത്രയാണ്. അപ്പോൾ പാചകം ചെയ്യാൻ വന്നപ്പോൾ നമ്മളെ കണിക്കുട്ടിക്ക് പാചകം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തീപ്പെട്ടി മൊത്തം തീർക്കും, അതുകൊണ്ട് ചിമ്മിനികളൊക്കെ അത് കത്തിച്ച് അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അവൾക്ക് പാചകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാചകം ചെയ്യുക. ഞാൻ വിചാരിച്ചു വെളിയിൽ നല്ല അന്തരീക്ഷമല്ലേ, നമുക്ക് വെളിയിലിരുന്ന് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ചൂടായി വന്നതേ ഉള്ളൂ, ചട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ സാധനമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ പയർ പുഴുങ്ങുന്ന ടേസ്റ്റല്ല, ആ ടേസ്റ്റല്ല കേട്ടോ, ഇതിന് വേറെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ കൂടെ മിക്സർ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പകരം നമുക്ക് ഇത് കഴിക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വറ്റൽമുളക് ഇട്ടു, വറ്റൽമുളക് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വറ്റൽമുളക് ഇട്ടു, അടുത്ത പയർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് അറിയുന്നുള്ളവർ കാണും, അറിയാതെ ഉള്ളവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഇത്, അതുകൊണ്ട് ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയിട്ട് പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം കണിക്കുട്ടിക്ക് പാചകം വെളിയിലിരുന്നായപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ചിമ്മിനികളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പം ചോദിച്ചു, ഇതെന്ത് വിളക്കാമ്മ എന്നൊക്കെ ചോദിച്ചു. ഇത് ഞാൻ പഴയത് പൊടി തട്ടിയെടുത്തതാണ്. അപ്പം നമ്മളെ പിണമ്പുളിയില്ലേ, അത് അത്രയും വീണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അവളിതോ പിറക്കി കൊണ്ടുവരിക. കുറേ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, ഉണക്കിയും വെച്ചു, ഉണക്കായിട്ടു. ഇനി ഇതിന് ഇച്ചിരി പണിയുണ്ട്. അപ്പം നമ്മളെ അതൊന്ന് ആവി കയറി, അന്ന് ജസ്റ്റ് നമ്മൾ ഇട്ട് ഇളക്കി ആവി കയറിയാൽ മതി. അപ്പോഴത്തേക്ക് ഒന്ന് ഉപ്പിടുക, പിന്നെ ഉപ്പിട്ട് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം അടുത്ത് ലേശം വെള്ളം. നമുക്ക് വെള്ളം ഒഴിക്കാതെയും ഇത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു ശകലം വെള്ളം ഒഴിക്കുമ്പോഴേ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇത്തിരി വെള്ളം, കുറച്ചേ ഉള്ളൂ, അത് ഓട്ടത്തവിയായിരുന്നു. അവൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതെങ്ങനെ ഇളക്കി ഇങ്ങനെ മൂടി വയ്ക്കുക. ഇളക്കിയിട്ട് നമ്മളതങ്ങ് മൂടി വയ്ക്കുക. ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. നമ്മളൊരു ചായ ഇട്ടിരുന്ന സമയമാകുമ്പോൾ നമ്മളെ ഇത് ശരിയാവും, ഒക്കെയായി വരും, ഇത് വെന്ത് കഴിഞ്ഞു. അപ്പോഴിത് തേങ്ങ നമുക്ക് തേങ്ങ നമുക്ക് ഇത് നിർബന്ധമില്ല, ഇത് വെറും തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് തേങ്ങ ഇല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം, പിന്നെ മക്കൾക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് തേങ്ങയും കൂടെ ഇട്ടത് കേട്ടോ. തേങ്ങ വേണമെന്ന് ഒരു നിർബന്ധമില്ല, തേങ്ങ ഇടാതെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പയർ പുഴുങ്ങി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോഴിതോ അവിടെ ഇരുന്നു പുളിഞ്ചിക്ക വന്ന് ഒരാളെ തലയിൽ വീണു, അതിനവിടെ ചിരി നടക്കും. അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ പുളിഞ്ചിക്ക തലയിൽ വന്ന് വീണു. അപ്പം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, വെന്തു, നല്ല കറക്റ്റ് പരുവായി. അങ്ങനെ കോരിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതാണെങ്കിൽ അറിയിക്കണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തിന്നു ടേസ്റ്റിയാക്കാൻ കൊടുത്തപ്പോൾ സൂപ്പർ. വൈകിട്ട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം.